ഹലോ! അങ്ങനെ നമ്മുടെ മൗനരാഗം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നവീൻ വക്കീൽ വന്ന് പ്രകാശിനോടും, എന്താ പറയാ, കാർത്തികിനോടും ലക്ഷ്മിയോടും എല്ലാം കാര്യങ്ങളൊക്കെ പറയുകയാണ്. എസ്ഐ ഭയങ്കര കടുപ്പക്കാരനാണ്. എസ്ഐക്ക് ശരിക്കും പറഞ്ഞാൽ കുറെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാൾ വെറും കൗതുകത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ജോലിയാണിത്. അയാൾ പക്ഷെ ഒരു കേസ് ഏറ്റെടുത്താൽ അത് ഭയങ്കര ഇതായിട്ട് നിരീക്ഷിക്കും. അതില് പ്രതികൾക്ക് മാക്സിമം ശിക്ഷ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യും എന്നൊക്കെ എസ്ഐനെ പറ്റിയും വക്കീലിനെ പറ്റിയൊക്കെ നമ്മുടെ നവീൻ അന്വേഷിച്ചറിഞ്ഞത് നമ്മുടെ പ്രകാശിനോടും കാർത്തികിനോടൊക്കെ പറയുവാണ്. അപ്പൊ നവീൻ വക്കീൽ ഇങ്ങനെയും പറയുന്നുണ്ട്, ഗംഗാപ്രസാദിന്റെ ബോഡി കിട്ടിയാൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യും, എന്നിട്ടായിരിക്കും മരണകാരണം എന്താ പറയാ നിശ്ചയിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, കിരണിന്റെ വീട്ടുവളപ്പിലാണ് ഗംഗപ്രസാദിന്റെ ബോഡി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നവീൻ വക്കീൽ പറയുന്നുണ്ട്, ആ ബോഡി കുഴിച്ചിട്ട കാര്യമൊന്നും അവർ പോലീസിനോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുക കേട്ടോ. അങ്ങനെ നവീൻ വക്കീലിന്റെ അടുത്ത് നമ്മുടെ പ്രകാശം ഭയങ്കര സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും എന്റെ പിള്ളേർക്ക് ജാമ്യം കൊടുക്കണം എന്ന് പറയുകയാണ്. അപ്പൊ നവീൻ വക്കീൽ പറയുന്നുണ്ട്, ഞാൻ മാക്സിമം ശ്രമിക്കാം. മൂർത്തി സാറിന്റെ വീട്ടിൽ ഇതേപോലത്തെ ഒരു കേസായിരുന്നു, പക്ഷെ അവർക്ക് കുറെ തെളിവുകൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു, ഇവിടെ അതൊന്നും ഇല്ല, അതാണ് പ്രശ്നം എന്നൊക്കെ നമ്മുടെ നവീൻ വക്കീല് ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ പറഞ്ഞു നിർത്തുവാണ് അവിടെ. പിന്നീട് നമ്മുടെ കല്യാണീനെ ICU മാറ്റി സാധാ റൂമിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കല്യാണി, അപ്പൊ നമ്മുടെ പ്രകാശം കല്യാണിനെ കാണാൻ വരുന്നുണ്ട്. കല്യാണിയോടൊപ്പം കാദംബരി ഉണ്ട്, ബൈജു ഉണ്ട്. അപ്പൊ ഇവരോടൊക്കെ നമ്മുടെ കല്യാണി ചോദിക്കുന്നുണ്ട്, കിരണേട്ടൻ എവിടെ? കിരണേട്ടനെ കണ്ടില്ലല്ലോ, കിരണേട്ടന് എന്തെങ്കിലും അപകടം പറ്റിയോ, പോലീസ് പിടിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. ലാസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കല്യാണിക്ക് മനസ്സിലാകും കിരൺ ജയിലിലാണ് അല്ലെങ്കിൽ എന്തോ അപകടത്തിലാണെന്നുള്ളൊരു കാര്യം, അല്ലേ? അങ്ങനെ കല്യാണി അലമുറയിട്ട് കരയുന്ന നിമിഷം ഇനി കാണാൻ വരുന്നതേ ഉള്ളൂ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത് കോടതിയിലെ ആ ഒരു വാഗ്വാദങ്ങളൊക്കെ തന്നെയാട്ടോ. ഓപ്പോസിറ്റുള്ള വക്കീല് നമ്മുടെ വേലുവിനെ ചോദ്യം ചെയ്യുമ്പോൾ വേലു പറയുന്നുണ്ട്, താൻ തലക്കിട്ടടിച്ചതൊന്നും അല്ല, അത് പോലീസിനോട് ഇന്നലെ കുറെ അടി കിട്ടിയപ്പോൾ അതിന്റെ പുറത്ത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, ശരിക്കും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ വേലു മൊഴി മാറ്റി പറയുകയാണ്. അപ്പൊ വക്കീല് പറയുന്നുണ്ട്, ഇന്നലെ നീ അടിച്ചു കൊന്നുന്നായിരുന്നല്ലോ, ഇന്നിപ്പം മൊഴി മാറ്റിയോ, ആരാണ് നിന്നെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നിൽക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. ഇനി നമ്മുടെ നവീൻ വക്കീൽ അവിടെ തോറ്റു പോകുമോ ഇല്ലയോ, ഇവരുടെയൊക്കെ വിധി എന്താകും, ആര് രക്ഷിക്കാൻ വരും, ഇനി വേറൊരാൾ സാക്ഷിയായിട്ട് വരുമോ എന്നുള്ളതൊക്കെയാണ് നമുക്കിനി അറിയേണ്ടതല്ലേ. കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.